കൊട്ടിയൂരിനെയും ഇവിടുത്തെ പ്രകൃതിയെയും യാത്രയിൽ കണ്ട മനോഹരമായ കാഴ്ചകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ ഇത്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു ലോങ് വ്ലോഗ് എന്ന പ്ലാനൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ എത്തി കൊട്ടിയൂരിൻ്റെ മനോഹരമായ പ്രകൃതി ഭംഗി കണ്ടപ്പോൾ ഒരു വ്ലോഗ് ആകാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നിറങ്ങി കൊട്ടിയൂർ എത്തും വരെയുള്ള യാത്രയെ പറ്റിയൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ 8ാം നാൾ. 28 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം വെറും ഒരു ക്ഷേത്രാഘോഷം മാത്രമല്ല, അത് പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ഒരു കൂടിച്ചേരൽ കൂടെയാണ്. യാത്ര കാറിലായതുകൊണ്ട് 6 മണിയൊക്കെ കഴിഞ്ഞു രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ. ഏതാണ്ട് ഒരു 8 മണിയോടുകൂടെ കൊട്ടിയൂരെത്തി. എന്നത്തെയും പോലെ വിശാലമായ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട്. 50 രൂപയാണ് 4 വീൽ വാഹനങ്ങൾക്ക്. അക്കരെ കൊട്ടിയൂർ ദർശിച്ചതിന് ശേഷം മാത്രമേ ഇക്കരെ സന്ദർശിക്കാവൂ എന്നൊരു ഐതിഹ്യമുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ആ ഒരു ഫീലുണ്ടല്ലോ, ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മളും ഈ പ്രകൃതിയും കൂടെ ഒന്നു ചേരുന്ന അവസ്ഥ, അത് വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല. ശരിക്കും അതിവിടെ വന്ന് തന്നെ ഫീൽ ചെയ്യണം. ഈ കാണുന്ന ബാവലിപ്പുഴയിൽ കുളിച്ച് ഈറനോടെ വേണം ദർശനത്തിന് പോകാൻ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ബാവലിപ്പുഴ കഴിഞ്ഞ് ഉടനെ തന്നെ ക്യൂ ആരംഭിച്ചു. ഐതിഹ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട് കൊട്ടിയൂരിനെ പറ്റി. കൊട്ടിയൂർ ക്ഷേത്രം ശരിക്കും വനത്തിനുള്ളിലാണ്. ബാവലിപ്പുഴയുടെ അക്കരെയും ഇക്കരെയുമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും. കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ടെമ്പിൾസിൽ ഒന്നാണ് കൊട്ടിയൂർ. കണ്ണൂരുകാർക്ക് പറശ്ശിനി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കൊട്ടിയൂരും. തിരക്ക് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ തന്നെ ഏതാണ്ട് 1 അവർ കഴിഞ്ഞു ക്യൂവിൽ നിന്നിട്ട്. മഴയും. ഇന്ന് രാവിലെ മഴ കുറവായിരുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും ദർശന സമയത്ത് മഴ പെയ്യുന്നത് ഒരു പ്രത്യേക ഫീല് തന്നെയല്ലേ. ഏതാണ്ട് 2.5 മണിക്കൂർ ക്യൂ നിന്ന ശേഷമാണ് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റിയത്. മുൻവർഷത്തെ പോലെ അല്ല കേട്ടോ. എല്ലാവർക്കും ദർശനത്തിനും പ്രസാദമായ പുണ്യാഹവും ചന്ദനവും വാങ്ങിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത്തരം സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും ക്യൂ നിന്ന് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ശരിക്കും സ്പിരിച്വൽ വൈബ് എന്താണെന്ന് അറിയണമെങ്കിൽ കൊട്ടിയൂർ വരണം. കൊട്ടിയൂർ ഐതിഹ്യങ്ങൾ വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് പ്രായമായവരിൽ നിന്നും നേരിട്ട് കേൾക്കുന്ന അനുഭവം വേറെ തന്നെയാണ്. അങ്ങനെ ഒരു അനുഭവം ക്യൂവിൽ നിൽക്കുമ്പോൾ എനിക്കും ഉണ്ടായി. ഒരു അമ്മൂമ്മ ഇവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ ഓരോന്നായി പറഞ്ഞു തന്നു. ചോദിച്ചു വന്നപ്പോൾ അമ്മൂമ്മ തൃശ്ശൂരിൽ നിന്നും ആയിരുന്നു. ട്രെയിനിലും ബസ്സിലുമൊക്കെ ആയിട്ടാണ് വന്നത്. 14 തവണയായി ഇങ്ങോട്ട് വരുന്നു എന്നും പറഞ്ഞു. ശരിയാണ്, കൊട്ടിയൂർ ഒരു തവണ വന്നാൽ മതി, വീണ്ടും നെക്സ്റ്റ് ടൈം വരാൻ തോന്നും. ഇവിടെ മലയാള പഞ്ചാംഗം അനുസരിച്ച് ഇടവമാസത്തിലെ ചോതി നക്ഷത്രത്തെ തുറന്ന് മിഥുനമാസത്തിലെ ചിത്തിര നക്ഷത്രത്തിലാണ് നടയടക്കുന്നത്. സാധാരണ ക്ഷേത്രത്തിലുള്ളതുപോലെ സ്ഥിരനിർമ്മിതിയൊന്നും ഇവിടെയില്ല. ഓല കൊണ്ടാണ് ഇവിടുത്തെ ശ്രീകോവിൽ ഉണ്ടാക്കുന്നത്. രോഹിണി ആരാധനയാണ് ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദിവസം. സ്വയംഭൂ ലിംഗത്തിന് കരിക്ക് കൊണ്ടുള്ള അഭിഷേകം, കരിക്ക് വഴിപാടൊക്കെയാണ് പ്രധാനം. ഇളനീർ വെപ്പ് എന്നാണ് അതിന് പറയുക. ഉത്സവം അവസാനിക്കുന്നത് ശരിക്കും ഇളനീറാട്ടത്തോടെയാണ്. ദേവിയുടെയും ദേവന്റെയും തിടമ്പെഴുന്നള്ളത്തിനുള്ള ആനകളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ അക്കരെ കൊട്ടിയൂർ ദർശനം പൂർത്തിയാക്കി ഇക്കരെ കൊട്ടിയൂർ ദർശനത്തിനായി മടങ്ങി. വഴിയിലുടനീളം നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ഈറനുടുത്ത് ഭഗവാനെ ദർശിക്കാനായി നിരവധി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാവലിപ്പുഴയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ബണ്ട് കെട്ടി വച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് കുളിക്കാൻ വേണ്ടി സൗകര്യത്തിനാണെന്ന് തോന്നുന്നു.
അങ്ങനെ പുഴയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ ഇക്കരെ കൊട്ടിയിലേക്ക് നടന്നു. നീണ്ടുകിടക്കുന്ന നടപ്പാത. അങ്ങനെ ഇക്കരെ കൊട്ടിയൂരിലെ കരിങ്കല്ല് പാകിയ നടപ്പാതയിലൂടെ അമ്പലം ലക്ഷ്യമാക്കി നടന്നു. അക്കരെ ഇക്കരെ എന്നീ 2 ക്ഷേത്രങ്ങൾ ചേർന്നാലാണ് കൊട്ടിയൂർ പൂർത്തിയാകുന്നത്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ നിർമ്മിച്ചതാണ് എന്ന സങ്കല്പവുമുണ്ട്. അക്കരെ കൊട്ടിയൂരിൽ 28 ദിവസത്തെ ഉത്സവം തുടങ്ങിയാൽ ഇക്കരെ കൊട്ടിയൂർ അടച്ചിടും. അടച്ചിട്ടാലും ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അക്കരെയും ഇക്കരെയും തൊഴുതിറങ്ങിയാൽ മാത്രമേ കൊട്ടിയൂർ ദർശനം പൂർത്തിയാകൂ. ഇവിടുത്തെ വളരെ വ്യത്യസ്തമായ ഒരു പ്രസാദമാണ് ഓടപ്പൂവ്. തീർത്ഥാടകർ ഓടപ്പൂ വാങ്ങിയതിന് ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. ജൂൺ 8 മുതൽ ആരംഭിച്ച വൈശാഖ മഹോത്സവം ജൂലൈ 4 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. സ്ത്രീകൾക്ക് ജൂൺ 10 മുതൽ ജൂൺ 30 വരെയാണ് പ്രവേശനം. അതുകൊണ്ട് തന്നെ കൊട്ടിയൂർ ക്ഷേത്ര ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ജൂലൈ 4 മുമ്പായി ക്ഷേത്ര ദർശനം നടത്തുക. പ്രകൃതി ഒരുക്കിയ ആ അത്ഭുത ദൃശ്യത്തിന് സാക്ഷിയാവുക.